Hello friends, welcome to St. Augustine Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി മെറ്റൽസ് ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. SSLCയിലാണെങ്കിൽ 10ാം ക്ലാസ്സുകാരുടെ നാലാമത്തെ പാഠമാണ് മെറ്റൽസ്. സോ ന്യൂ ചാപ്റ്റർ ഈസ് മെറ്റൽസ് ലോഹങ്ങൾ. ലോഹങ്ങൾ അലുമിനിയം, ഇരുമ്പ്, കോപ്പർ, ചെമ്പ്, സ്റ്റീല്, ബ്രോൺസ്, ബ്രാസ്, അങ്ങനെ കുറേ ലോഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്താണ് ഈ ലോഹങ്ങൾ? ഈ ലോഹങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, മെറ്റൽസ് പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? The topic to be covered in these lessons are what are metals and non-metals. എന്താണ് ലോഹങ്ങളും എന്താണ് അലോഹങ്ങളും? Non-metal means അലോഹങ്ങൾ, metals ലോഹങ്ങൾ. Physical properties of metal. മെറ്റൽസിന്റെ ഭൗതിക ഗുണങ്ങൾ എന്താണ്? Physical properties of metals. Reactivity series. Chemical properties of metal രാസഗുണങ്ങൾ. Displacement reaction ആദേശ രാസപ്രവർത്തനങ്ങൾ. Electrochemical cells അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. Extraction of metals ലോഹത്തിന്റെ നിർമ്മാണം അഥവാ ലോഹം എങ്ങനെ നമ്മൾ മണ്ണിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോഹം നമ്മൾ കണ്ടെത്തുക ഈ ഭൂമിയിൽ. Refining of metals അത് എങ്ങനെ ശുദ്ധീകരിക്കും. Extraction of iron and aluminum. സ്പെഷ്യലായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും നിർമ്മാണമാണ്. ഓക്കെ, ദീസ് ആർ ദ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ ദ ചാപ്റ്റർ മെറ്റൽസ്. ക്ലിയർ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പൊ അതിന് മുന്നേയായിട്ട് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടും ഉള്ള ചില ഉപകരണങ്ങളാണ് അല്ലേ? മെറ്റൽസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ വൈ വി സ്റ്റഡി മെറ്റൽസ്? എന്തിനാണ് നമ്മൾ മെറ്റൽസ് പഠിക്കുന്നത്? നമുക്കറിയാം, ദർ ആർ ലോട്ട് ഓഫ് മെറ്റൽസ്. ഒത്തിരി മെറ്റൽസ് ഉണ്ട് നമ്മുടെ ചുറ്റിലും. കണ്ടോ, ഇവിടെ അയൺ ഉരുക്കി അതുപയോഗിച്ച് ഉണ്ടോ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മെറ്റൽസ് ഇവിടെ നോക്കിയേ, ഇതെന്താ? ഇതൊരു മോതിരമാണ്, റിങ്. കണ്ടോ, സ്വർണത്തിന്റെ റിങ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? യെസ്, റിങ്സ്. നമ്മുടെ ആഭരണങ്ങളൊക്കെ മെറ്റൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നാണയങ്ങൾ, കോയിൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽസ്, ഓട്ടോമൊബൈൽസ്, പിന്നെന്താണ് വയറുകൾ, മറ്റു ഉപകരണങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എടുക്കുന്നുണ്ടോ? ട്രെയിൻ, ഇതും എന്താണ്? മെറ്റൽ. റെയിൽവേ പാളം, ഇവിടെ മുകളിൽ നോക്കൂ, ഷീറ്റ്, ഇതൊക്കെ ഇരുമ്പാണ്. ഉണ്ടോ ഇവിടെ ഈ റെയിൽവേ പാളം, ട്രെയിൻ, ഇതൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടോ ഇവിടെ വിജാഗിരി പിടിപ്പിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഉണ്ടോ പിന്നെ നമ്മുടെ മിക്സി. നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ വിറകുണ്ടായ സമയത്ത് നമ്മൾ എന്താണ് കോടാലി ഒക്കെ ഉപയോഗിക്കും അല്ലേ? അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ചോദ്യം, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ലോഹം? വാട്ട് ഈസ് മെറ്റൽ? മെറ്റൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ശക്തിയുള്ളതാണ്. ശരിയാണ്, മെറ്റലിന് ശക്തിയുണ്ട്, നമുക്ക് മുറിക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇരുമ്പ് എന്താണ് ഇത്തിരി കനമുണ്ട് അല്ലേ? എന്നാൽ മെർക്കുറി Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിക്വിഡാണ്. എന്താണ്? ലിക്വിഡ്. അതായത് ദ്രാവക അവസ്ഥയിലാണ് ആര്? മെർക്കുറി. പക്ഷെ അത് ലോഹമാണ്. സാർ എങ്ങനെയാണ് ദ്രാവക അവസ്ഥയിൽ വരുന്ന ഒരാൾ ലോഹമാവണത്? വെള്ളം പോലെ ഇരിക്കുന്ന ഒരാളെ ലോഹം എന്ന് വിളിച്ചു.
അപ്പോൾ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി നോക്കിയിട്ട് അതിന്റെ ശക്തി നോക്കിയിട്ടോ അല്ലെങ്കിൽ വളയ്ക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, മെറ്റൽ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനെ ബേസ് ചെയ്ത് നമ്മൾ പറയും? അതിന്റെ കെമിസ്ട്രി മനസ്സിലാക്കും. മെർക്കുറിയും അതുപോലെ തന്നെ അയണും മറ്റു ലോഹങ്ങളെല്ലാവർക്കും ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ട്. എല്ലാവരും കാണിക്കുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു രസതന്ത്രമുണ്ട്. അതെന്താണെന്ന് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ മനസ്സിലാക്കും. ഓക്കെ, വാട്ട് ഈസ് മെറ്റൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് കെമിസ്ട്രിയിലൂടെയാണ്. നമ്മൾ കാണുന്ന മെറ്റലിനെ നോക്കിയിട്ട് അല്ല. ഓക്കെ, കാണുന്നതിനെ നമ്മൾ ഫിസിക്കൽ എന്ന് പറയും. ക്ലിയർ? സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് മെറ്റൽ? എന്താണ് മെറ്റൽ? വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഡിയം ഇസ് എ മെറ്റൽ. സോഡിയം ഒരു മെറ്റലാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. നിങ്ങൾക്കറിയാലോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 8, 1 എന്ന് വരും. ഇതിനകത്ത് ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ആണ്. ഓക്കെ, സോഡിയം ലോസസ് ദിസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? സോഡിയം നഷ്ടപ്പെടുത്തും. കാരണം സോഡിയത്തിന് ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ വേണം. എല്ലാ മൂലകങ്ങളും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയത്തിന് അതിന് എന്താ സാധ്യതയുള്ളൂ? അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഉള്ളത് കൂടുതലുള്ളത് എന്ത് ചെയ്യണം? കളയണം. മനസ്സിലായോ സാർ പറഞ്ഞത്? അപ്പോൾ ദിസ് സോഡിയം ആറ്റം ഈസ് അൺസ്റ്റേബിൾ. സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല. അപ്പൊ ഒരു ഇലക്ട്രോണിനെ കളയും. ക്ലിയർ? അങ്ങനെ സോഡിയം ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു എന്ന് വിചാരിക്കും. സോഡിയത്തിന്റെ ന്യൂക്ലിയസിനകത്ത് 11 പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിന് പുറത്ത് എന്താണ് 11 നെഗറ്റീവ് ചാർജും ഉണ്ടായിരുന്നു. ദിസ് ഈസ് സോഡിയം. സോഡിയം തന്റെ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പൊ ന്യൂക്ലിയസിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവുമില്ല. ന്യൂക്ലിയസിനകത്ത് 11 പോസിറ്റീവ് ചാർജ് തന്നെ. പക്ഷെ ന്യൂക്ലിയസിന് പുറത്തോ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് 10 നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസിന്റെ പുറത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? മുന്നേ സോഡിയത്തിന്റെ 11 പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിനകത്തുള്ളതും 11 നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസിന് പുറത്തുള്ളതും തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്തു പോയി. സോഡിയത്തിന് ഒരു ചാർജും ഉണ്ടായിരുന്നില്ല. നോ ചാർജ്. ഓക്കെ, നോ ചാർജ്. പക്ഷെ ഇപ്പോഴോ ന്യൂക്ലിയസിനകത്തുള്ള 11 പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിന് പുറത്തുള്ള 10 നെഗറ്റീവ് ചാർജും കൂടി തമ്മിൽ ആകർഷണം വരുമ്പോൾ ഇവിടെ 10 നെഗറ്റീവ് ചാർജിനെ ന്യൂക്ലിയസിനകത്തുള്ള 10 പോസിറ്റീവ് ചാർജ് ആകർഷിക്കും. ന്യൂക്ലിയസിനകത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. കണ്ടോ? ആ പോസിറ്റീവ് ചാർജിനെ ആകർഷിക്കാൻ പുറത്ത് എന്തില്ല? നെഗറ്റീവ് ചാർജ് ഇല്ല. അപ്പൊ ആ ചാർജ് സോഡിയത്തിന്റെ മീതെ വരും. ക്ലിയർ ആയോ? ഇപ്പൊ സോഡിയം എന്തായിട്ട് മാറി? സോഡിയം പ്ലസ് ആയിട്ട് മാറി. ഇങ്ങനെ പ്ലസ് ആയിട്ട് മാറുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപോസിറ്റീവ് ലോഹങ്ങൾ, ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ്. മനസ്സിലായോ? എന്താ അതിന്റെ അർത്ഥം? വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺ, ഒരു ആറ്റം ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുത്തുമ്പോൾ അതിനെന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. എത്ര ഇലക്ട്രോൺ ആണോ നഷ്ടപ്പെട്ടത് അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടും. അത്തരത്തിലുള്ള ആറ്റങ്ങളെ, മൂലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവമുള്ള മൂലകങ്ങൾ എന്ന് വിളിക്കും. മനസ്സിലായോ? മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മഗ്നീഷ്യം. ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. ഇതൊരു ലോഹമാണ്. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 2. മഗ്നീഷ്യം എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് നഷ്ടപ്പെടുത്തും. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ മീതെ നമ്മൾ ഇതിങ്ങനെ കാണിക്കും, 2+. ക്ലിയർ? ഇതുപോലെ അലുമിനിയത്തിന്റെ മീതെ 3+ എന്ന് കണ്ടു എന്ന് വിചാരിക്കും. അതിന്റെ അർത്ഥം എന്താ? അലുമിനിയം 3 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. ക്ലിയർ? മനസ്സിലായോ? അയൺ, ഇരുമ്പിന്റെ മീതെ നിങ്ങൾ 2+ എന്ന് എവിടെയെങ്കിലും കണ്ടു. അതിന്റെ അർത്ഥം എന്താ? ഇരുമ്പ് 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. അങ്ങനെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? മെറ്റൽ, ലോഹങ്ങൾ. മെർക്കുറി
ദ്രാവകാവസ്ഥയിലാണെങ്കിലും അത് എന്താണ്? ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽ ആണ്, ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? മെറ്റൽ. സോ how to define metal? A substance, metal is a substance which high electrical conductivity. നമുക്കറിയാം ചെമ്പിലൂടെ നമ്മൾ നന്നായിട്ട് വൈദ്യുതി കടത്തിവിടും. ലസ്റ്റർ തിളങ്ങും. നമുക്കറിയാം സ്വർണം, വെള്ളി, ആഭരണമൊക്കെ തിളങ്ങും അല്ലെ, നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുകയും ചെയ്യും അവര്. ആൻഡ് മാലിയബിലിറ്റി, സ്വർണം, വെള്ളി ഇതൊക്കെ നമുക്ക് അടിച്ച് പരത്തി ഷീറ്റ് ആക്കാം. ഇരുമ്പിന്റെ ഒക്കെ ഷീറ്റ് ഉണ്ടല്ലേ, which readily, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ് അവിടെ എഴുതിയിരിക്കണതെന്ന് വായിച്ചു നോക്കിയേ. ലോസസ് ഇലക്ട്രോൺസ് ടു ഫോം പോസിറ്റീവ് അയോൺസ് അഥവാ കാറ്റയോൺസ്. ലോസസ് ഇലക്ട്രോൺസ്, സപ്പോസ് സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ. സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ. ഇപ്പൊ നമ്മളിവിടെ എങ്ങനെ കാണിക്കും? 1 ഇലക്ട്രോൺ. കണ്ടോ? സോ സോഡിയം ബിക്കം എന്തായിട്ട് മാറും? സോഡിയം പോസിറ്റീവ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ലോസസ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. ടു ഫോം പോസിറ്റീവ് അയോൺസ്, പോസിറ്റീവ് അയോൺ ഉണ്ടായി. അഥവാ മറ്റൊരു പേര് കാറ്റയോൺ. അങ്ങനെയുള്ളത് ആരാണോ അയാളുടെ പേരാണെന്ത്? മെറ്റൽ. ക്ലിയർ? മറ്റൊരു എക്സാമ്പിൾ, മഗ്നീഷ്യം ഗീവ്സ് 2+, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. സോ ഈ സെന്റൻസ് വായിക്കൂ. ലോസസ് ഇലക്ട്രോൺസ്, ഇവിടെ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി? 2 ഇലക്ട്രോൺ. ടു ഫോം പോസിറ്റീവ് അയോൺസ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം എങ്ങനെയുള്ള അയോൺ ഉണ്ടാക്കി? Mg2+. സോ ലോസസ് 2 ഇലക്ട്രോൺസ്, ഫോം പോസിറ്റീവ് അയോൺസ്. ദെൻ ദിസ് എലമെന്റ് ഈസ് നോൺ ആസ് മെറ്റൽ. മനസ്സിലായോ? അനദർ എക്സാമ്പിൾ, അലുമിനിയം. അലുമിനിയം എങ്ങനെ മാറും? അലുമിനിയം ലോസസ് 3 ഇലക്ട്രോൺസ്. ഫോം അലുമിനിയം 3+. അലുമിനിയം 3+. മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന? അലുമിനിയം അറ്റോമിക് നമ്പർ ഇസ് 30. സോ 2, 8, 3. അലുമിനിയം ലോസസ് 3 ഇലക്ട്രോൺസ്. ക്ലിയർ? ഒന്നുകൂടി പറയാം. ഡെഫിനിഷൻ എന്താണ്? എ സബ്സ്റ്റൻസ് വിത്ത് ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, വൈദ്യുതി നന്നായിട്ട് കടത്തിവിടുന്നു. ലസ്റ്റർ, നന്നായി തിളങ്ങുന്നു. ആൻഡ് മാലിയബിലിറ്റി, അടിച്ചു വരുത്താം. ആൻഡ് ഡക്റ്റിലിറ്റി, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നീട് വരുന്ന പോർഷൻസ് നമ്മൾ പഠിക്കും. വിച്ച് റെഡിലി ലോസസ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ഫോം പോസിറ്റീവ് അയോൺസ്, കാറ്റയോൺസ്. ക്ലിയർ? സോഡിയം നമ്മൾ പറഞ്ഞു, സോഡിയം പ്ലസ് 1 ഇലക്ട്രോൺ. ഇലക്ട്രോപോസിറ്റീവ് ഇൻ നേച്ചർ, ഇങ്ങനെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഇലക്ട്രോപോസിറ്റീവ്. All metals are electropositive in nature. What do you mean by electropositive? Losses electrons, tendency to lose electrons or ability to lose electrons. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവ്. All metals except mercury exit as solids at room temperature. ഇതിന്റെ അർത്ഥം എന്താ? മെർക്കുറി ഒഴികെ എല്ലാവരും എന്താണ്? സോളിഡ്സ് ആണ് at room temperature. Mercury Hg is liquid state. എന്ത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Currently there are 86 non-metals. ഇപ്പോൾ നമുക്ക് നിലവിലെ 86 മെറ്റൽസ് ഉണ്ട്. Before the 19th century only 24 metals are found. 19ാം നൂറ്റാണ്ടിന് മുന്നേ എത്ര മെറ്റൽ ഉണ്ടായുള്ളൂ? 24 മെറ്റൽ. 12 were discovered in 18th century. അതിനകത്ത് 12 എണ്ണം, ഒരു പകുതിയും 18ാമത്തെ സെഞ്ചുറിയിലാണ്, നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ആഴ്സനിക്, ആന്റിമണി, സിങ്ക് ആൻഡ് ബിസ്മിത്ത്. അവർ മാത്രം, ഈ 4 പേര് മാത്രം 13ാമത്തെയും 14ാമത്തെയും നൂറ്റാണ്ടിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഓക്കെ. വൈൽ പ്ലാറ്റിനിയം വാസ് ഡിസ്കവർഡ് ഇൻ 60th century. 16ാമത്തെ നൂറ്റാണ്ടിൽ എന്ത് കണ്ടുപിടിച്ചു? പ്ലാറ്റിനിയം കണ്ടുപിടിച്ചു. ഓക്കെ. അതൊരു മെറ്റലിന്റെ ഹിസ്റ്ററിയാണ്. ആദ്യം നമ്മൾ BC 6000 BCയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഗോൾഡ് കണ്ടുപിടിക്കുന്നത്. 7 മെറ്റൽസ്, 7 മെറ്റലാണ്. 2 കോപ്പർ 4200 BC, സിൽവർ 4000 BC,
ലെഡ് 3500 BC, ടിൻ 1750 BC, അയൺ സ്മെൽറ്റഡ് 1500 BC. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ സ്റ്റഡീസിലൊക്കെ അയൺ ഏജ്, ഇരുമ്പ് യുഗം 1500 BC. ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടെ ഒത്തിരി ഉപകരണങ്ങൾ ഉണ്ടാവുകയാണ്. ദ ലാസ്റ്റ് വൺ ഈസ് മെർക്കുറി 750 BC. ഇതാണ് നമ്മൾ ആ 7 മെറ്റൽസ്. നേരത്തെ നമ്മൾ 4 പറഞ്ഞു പ്ലസ് 7. ഓക്കെ, അങ്ങനെ ഈ 7 നേരത്തെ 4. അത്തരം മെറ്റൽസ് ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലെ 86 മെറ്റൽസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആളാണ് മെറ്റൽ എന്ന്. പക്ഷെ ഒരു സാധാരണ ഒരാളോട് ചെന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും ഇല്ല. അപ്പോൾ ആൾക്ക് ലോഹം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ലോഹത്തെ കാണുക, എങ്ങനെയാണ് നമുക്കൊരു സംഭവം കണ്ട ലോഹം എന്ന് മനസ്സിലാവുക? ഒന്ന്, മെറ്റാലിക് ലസ്റ്റർ, തിളക്കം എന്ന് പറയാം, ഷൈനിങ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ഈ ജ്വല്ലറിയൊക്കെ എന്താണ് ഇങ്ങനെ തിളങ്ങണ കാണാം അല്ലേ? ജ്വല്ലറിയൊക്കെ കണ്ടോ, തിളക്കം, ഷൈനിങ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. ലോഹങ്ങൾ എന്താണ്? തിളക്കമുള്ളവയാണ്. ഓക്കെ, the metals have a shiny appearance. They show a metallic luster. നമ്മൾ ആ ഷൈനി അപ്പിയറൻസ് വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. ഓക്കെ, due to their shiny appearance they can be used in jewelry and decorations. നമുക്ക് ജ്വല്ലറിയിലും ഡെക്കറേഷൻസിലും ഉപയോഗിക്കാം. Particularly gold and silver are widely used for jewelry. സാധാരണ നമ്മൾ ഗോൾഡും സിൽവറും ഒക്കെയാണ് ജ്വല്ലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. In the old days mirrors were made of shiny metals like silver. പഴയ കാലഘട്ടത്തിൽ കണ്ണാടികളൊക്കെ ഉണ്ടാക്കിയിരുന്നത് സിൽവർ ഉപയോഗിച്ചാണ്. സിൽവർ ഈസ് എ വെരി ഗുഡ് റിഫ്ലക്ടർ. സിൽവർ പ്രകാശത്തെ നന്നായിട്ട് എന്താണ് പതിപ്പിക്കും. അതായത് പ്രകാശം പെട്ടെന്ന് തെറിച്ചു വരും. ഇറ്റ് റിഫ്ലക്ട്സ് അബൌട്ട് 90% ഓഫ് ദ ലൈറ്റ് ഫാളിംഗ് ഓൺ ഇറ്റ്. 90% പ്രകാശത്തെ എന്ത് ചെയ്യും? അത് റിട്ടേൺ വിടും. ഓൾ മോഡേൺ മിറേഴ്സ് കണ്ടെയ്ൻ എ തിൻ കോട്ടിംഗ് ഓഫ് മെറ്റൽസ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കണ്ണാടിയിലും ഒരു ചെറിയ മെറ്റലിന്റെ കോട്ടിംഗ് ഉണ്ട്. അപ്പൊ മെറ്റാലിക് ലസ്റ്റർ മനസ്സിലായല്ലോ? ക്ലിയർ? എന്താണ്? ഷൈനിങ്, തിളക്കം. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇരുമ്പ് കത്തി അല്ലെങ്കിൽ എന്താണ് പാര, ഇരുമ്പിന്റെ പാര, അങ്ങനെ ഇരുമ്പിന്റെ വലിയ വലിയ എന്താണ് അല്ലെ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര ഹാർഡാണ്. കൈകൊണ്ട് ഒടിയൂല. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് നന്നായി മുറിക്കണം അല്ലെ? എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? മുറിക്കാൻ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കട്ട് ദ മെറ്റൽ. ബട്ട് സോഡിയം പൊട്ടാസ്യം ഒക്കെ നമുക്ക് വെറുതെ കത്തി കൊണ്ട് മുറിക്കാം. ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്നാലും പൊതുവെ മെറ്റൽസ് എന്താണ്? വെരി ഹാർഡ് ടു കട്ട്. മനസ്സിലായോ? മെറ്റൽസ് ആർ മോസ്റ്റ്ലി ഹാർഡർ ടു കട്ട്. Their hardness varies from one metal to another. എന്നുവെച്ചാൽ എല്ലാ മെറ്റലും ഒരേപോലെ ഹാർഡ് എന്നല്ല, അത് വ്യത്യാസം ഉണ്ടാവും. Some metals like sodium, potassium and magnesium are easy to cut. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പം കത്തി വെച്ച് തന്നെ മുറിക്കാം. ഓക്കെ, malleability. The third point is third physical property is malleability. എന്താണ്? നമ്മളിന്ന് വാർക്കുന്ന ഷീറ്റ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഷീറ്റ് ആക്കി വെച്ചിട്ടാണ് വാർക്കുന്നത്. മുമ്പൊക്കെ പലക വെച്ചായിരുന്നു. ഇപ്പൊ ഇരുമ്പിന്റെ ഷീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാർക്കുന്നത് അല്ലേ? അതെങ്ങനെ? ഇരുമ്പ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഷീറ്റാക്കി. ഇങ്ങനെ ഷീറ്റാക്കി നമുക്കിപ്പോൾ ഒരു പാത്രം, ഇങ്ങനത്തെ ഒരു പാത്രം പണിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു എന്താണ് അടിച്ച് പരത്തി ഷീറ്റ് പോലെ ആവേണ്ടത് ആവണം അല്ലേ? മെറ്റൽസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ? കണ്ടോ, അടിച്ച് നന്നായിട്ട് പരത്താൻ പറ്റില്ല, പരയും. ഇങ്ങനത്തെ എന്താണ് തിൻ ഷീറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ക്ലിയർ? സോ മെറ്റൽസ് ഓൺ ബീങ് ഹാമേർഡ്, അടിച്ചാൽ ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിന്നർ ഷീറ്റ്. വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും, വളരെ കനം കുറഞ്ഞത്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാലിയബിലിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാലിയബിലിറ്റി എന്ന് വിളിക്കാം. മോസ്റ്റ് മെറ്റൽസ് ആർ മാലിയബിൾ. പരമാവധി മിക്ക മെറ്റൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അടിച്ചു പരത്തി ഷീറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഗോൾഡ് ആൻഡ് സിൽവർ മെറ്റൽസ് ആർ ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽസ്. അതിനകത്ത് സ്വർണവും അതുപോലെ തന്നെ വെള്ളിയൊക്കെ എന്താണ്? വളരെ അടിച്ചു പരത്താൻ പറ്റുന്ന ലോഹങ്ങളാണ്. മനസ്സിലായോ? They can be hammered into very fine sheets. വളരെ കനം കുറഞ്ഞ ഷീറ്റാക്കി മാറ്റാം. Thin aluminum foils are widely used for safe wrapping of medicines, chocolates and food materials. നിങ്ങൾ ഡയറി മിൽക്കൊക്കെ അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ എന്താണ് ഒരു സ്വർണ്ണ കളറിലെയും സിൽവർ കളറിലേക്ക് ഒരു പേപ്പർ ഉണ്ട് അല്ലേ? ഫുഡ് നിങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് അലുമിനിയം ഫോയിൽസ് ആണ്. മനസ്സിലായോ? അലുമിനിയം വളരെ ചീപ്പ് ആയിട്ടുള്ള വളരെ
വില കുറഞ്ഞ ലോഹമായതുകൊണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ വളരെ കനം കുറച്ച് എന്താണ് ഫോയിൽസ് അലുമിനിയത്തിന്റെ ചില പേപ്പറുകൾ ഉണ്ടാക്കുന്നു. അത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പൊതിയാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികൾ അല്ലെങ്കിൽ കൊന്തൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ലോഹമല്ലേ, വളരെ നേരിയായിട്ട് എടുത്തിരിക്കുന്ന കമ്പികളാണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വയർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ചെറിയ നീളം കൂടിയ ലോഹത്തെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വലിച്ച് നീട്ടി എന്താണ് ഇങ്ങനെ നീട്ടി 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 കമ്പിയാക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? സോ വയേഴ്സ് ആർ മെയ്ഡ് ഫ്രം കോപ്പർ, അലുമിനിയം, അയേൺ ആൻഡ് മഗ്നീഷ്യം. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വയറുകൾ ഉണ്ടാക്കാം. ദിസ് പ്രോപ്പർട്ടി ഓഫ് ഡ്രോയിങ് ദ മെറ്റൽ ഇൻ ടു തിൻ വയേഴ്സ് ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഡക്റ്റിലിറ്റി. ഇതിൽ നമ്മൾ വയറുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കമ്പി പോലെ വയറുണ്ടാക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് എന്താണ് ആ പേര്? ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ക്ലിയർ? മോസ്റ്റ് മെറ്റൽസ് ആർ ഡക്റ്റൈൽ. മിക്ക മെറ്റൽസും എന്താണ് ഡക്റ്റൈൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയെ നന്നായിട്ട് കടത്തിവിടും. അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ വീട്ടിലുണ്ട്. എന്താണത്? ദേ വയർ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ വീട്ടിലെ ആ വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ചെമ്പിന്റെ എന്താണ് ലോഹമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ വളരെ നന്നായിട്ട് വൈദ്യുതിയെ കടത്തിവിടും ആര്? ലോഹങ്ങൾ. മനസ്സിലായോ? ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Electric wires in our homes are made up of aluminum and copper. They are good conductor of electricity. വൈദ്യുതി നന്നായിട്ട് എന്ത് ചെയ്യും? കടത്തിവിടും. Electricity flows most easily through gold, silver, copper and aluminum. ഏറ്റവും നന്നായിട്ട് പോകുന്നത് ഗോൾഡിലൂടെയും സിൽവറിലൂടെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ എന്താണ് ഇലക്ട്രിസിറ്റി കമ്പി ഗോൾഡിന്റെ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ സിൽവറിന്റെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വില കൂടുതലാണ്. അപ്പം നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയ അലുമിനിയം ഒക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കും. ഓക്കെ, എന്താണ് നമ്മുടെ പോയിന്റ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി നന്നായിട്ട് കടത്തിവിടും. ഗോൾഡ് ആൻഡ് സിൽവർ ആർ യൂസ്ഡ് ഫോർ ഫൈൻ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൽ ഫൈൻ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ നമ്മൾ ഗോൾഡ് സിൽവർ ഒക്കെ ഉപയോഗിക്കുന്നു. കോപ്പർ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത്. While aluminum is cheaper, is generally used for making electrical cables. നമ്മുടെ വീടിന്റെ മുറ്റത്തെ കൂടെയൊക്കെ പോയിരിക്കുന്ന റോഡ് കൂടെയൊക്കെ പോയിരിക്കുന്ന ഇലക്ട്രിക് കേബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് അലുമിനിയം ഉപയോഗിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലെ കലം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് പാത്രങ്ങൾ, അതൊക്കെ എന്താണ്? കുടം, ഇതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ എന്താണ്? ലോഹങ്ങളല്ലേ? അപ്പൊ നമ്മൾ പാചകം ചെയ്യുമ്പോൾ മുട്ട വറക്കുമ്പോഴും മീൻ വറക്കുമ്പോഴും അരി വേവിക്കുമ്പോഴൊക്കെ എന്താണ്? ഹീറ്റ് നമ്മൾ ലോഹത്തിനാ കൊടുക്കുക, പാത്രത്തിനാ കൊടുക്കുക. അകത്തേക്ക് എന്ത് ചെയ്യും? ഹീറ്റ് കടന്നു പോകില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നമ്മളിവിടെ അതിന്റെ താഴെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് എന്താണ്? നിങ്ങൾ ട്രാൻസ്ഫർ ആവും അല്ലെ? ഹീറ്റിനെ കടത്തിവിടും. അങ്ങനെയാണ് ഇതിന്റെ അകത്ത് വയ്ക്കുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നത്? വേവുന്നത്. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. കുക്കിംഗ് utensils or water boilers are also made of iron, copper and aluminum. നമ്മുടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതും അതുപോലെ വാട്ടർ ബോയിലേഴ്സും ഒക്കെ എന്താണ്? ടെൻസിൽസും വാട്ടർ ബോയിലേഴ്സും ഒക്കെ എന്താണ്? കോപ്പറും ഇരുമ്പൊക്കെ അലുമിനിയം ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. എന്താണ്? താപത്തെ നന്നായി കടത്തിവിടുന്ന ലോഹങ്ങളാണ് അവർ. അതുകൊണ്ടാണ് അവർ വെച്ച് നിർമ്മിച്ചത്. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കോ? അല്ല, ഉരുകിപ്പോവും അല്ലേ? നെക്സ്റ്റ്, സോണറസ്. പ്രധാനപ്പെട്ട 7 ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരെണ്ണമാണ് സോണറസ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ എവിടെയും ആയിക്കോട്ടെ പൂജാ സമയത്തൊക്കെ മണി അടിക്കണേ കാര്യം ടിൻ ടിൻ ടിൻ. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ കുറച്ച് നാണയങ്ങൾ എടുത്തിട്ട് മുകളിലേക്ക് എറിയാം. നിലത്ത് വന്ന് വീഴുമ്പോൾ ഒച്ച കേൾക്കില്ലേ? കിട്ടും അല്ലേ? ഒച്ച കേൾക്കൂലേ? അതെന്തുകൊണ്ടാ? മെറ്റൽസ് നിലത്ത് വന്ന് വീട്ടാ സൗണ്ട് ഉണ്ടാവും. പ്രൊഡ്യൂസ് സൗണ്ട്. സോണറസ് മീൻസ് പ്രൊഡ്യൂസ് സൗണ്ട്. ഉണ്ടോ? ബെല്ല്, നിങ്ങളുടെ സ്കൂളിലെ ബെല്ല് തന്നെ നോക്കൂ. ടിൻ 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 അല്ലേ? സൗണ്ട് കേൾക്കും. Metals are general sonorous. Sonorous means that is they make a ringing sound when struck. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും. Therefore they are used for making bells. അതുകൊണ്ട് ബെല്ലുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. Metal wires are used in musical instrument. നമുക്കറിയാം എന്താണ്? നമ്മുടെ
ഗിറ്റാർ, അതുപോലെ തന്നെ വയലിൻ, അവിടെയൊക്കെ നമ്മൾ എന്താണ് ലോഹത്തിന്റെ ഒരു വയറാണ് ഉപയോഗിക്കുന്നത്. എന്താണ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റൽസ് സച്ച് ആസ് അയൺ ആർ വെരി സ്ട്രോങ്. ഇരുമ്പ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഇറ്റ് ഈസ് ദെയർഫോർ വൈഡ്ലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, ബ്രിഡ്ജ്, പാലങ്ങൾ, റെയിൽവേ ലൈൻസ്, ക്യാരേജ്, വെഹിക്കിൾസ് ആൻഡ് മെഷീനറി, ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അയൺ ഉപയോഗിക്കുന്നു. മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പെട്ടെന്നൊന്നും ഉരുകില്ല, കുറേ താപനില വേണം. എന്താണ് മെറ്റൽസ് ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് ദേ ക്യാൻ ബി സ്ട്രെച്ച് ടു സം ഡിഗ്രി വിത്തൗട്ട് ബ്രേക്ക്. നമുക്ക് ഇങ്ങനെ വളച്ച് നീക്കാം, പൊട്ടിപ്പോകില്ല. മനസ്സിലായോ? മെറ്റൽസ് ലൈക്ക് ടങ്സ്റ്റൺ ഹാസ് ഹയസ്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത്, അത് വലിച്ചിങ്ങനെ വളയ്ക്കാൻ പറ്റുന്നത് എന്താ? ടങ്സ്റ്റൺ ആണ്. നമ്മൾ ടങ്സ്റ്റന് ബൾബിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചുട്ടി 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 വെച്ചിട്ടുണ്ട് ബൾബിൻ്റെ അകത്ത്. പിന്നെ മറ്റൊരു കാര്യം, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനിയം ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ ബട്ട് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. മനസ്സിലായോ? വാട്ടറുമായി പ്രവർത്തിക്കുന്നില്ല. സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് റിയാക്ട് വൈഗ്രസ്ലി വിത്ത് വാട്ടർ ടു ഫോം എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം വളരെ റിയാക്റ്റീവ് ആണ്, വെള്ളത്തിലിട്ട് ഓടിയിടുന്ന കത്ത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ മെറ്റലിനെ കുറിച്ച് പഠിച്ചത്. സോ വാട്ട് യു ലേൺ? നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചു വാട്ട് ഈസ് മെറ്റൽ എന്ന് പഠിച്ചു. എ സബ്സ്റ്റൻസ് വിത്ത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഓക്കെ, ലസ്റ്റർ ആൻഡ് മാലിയബിലിറ്റി, എല്ലാം അറിയാം നമുക്ക്. വിച്ച് റെഡിലി ലോസസ് ഇലക്ട്രോൺസ്, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ടു ഫോം പോസിറ്റീവ് അയോൺസ് ആർ നോൺ ആസ് മെറ്റൽസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മളൊക്കെ പഠിച്ചു. മെറ്റാലിക് ലസ്റ്റർ, തിളക്കമുണ്ട്. ഹാർഡ്, വെരി കാഠിന്യമുണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാലിയബിലിറ്റി, അടിച്ചു പരത്തി നമുക്ക് തിൻ ഷീറ്റാക്കാം. ഡക്റ്റിലിറ്റി, വലിച്ചു നീട്ടി നമുക്ക് ഇങ്ങനെ കമ്പിയാക്കാം. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി നന്നായിട്ട് കടത്തിവിടുന്നു. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, എന്താണ് താപത്ത് നന്നായി കടത്തിവിടുന്നു. സോണറസ്, അടിച്ചെന്താണ് ഇങ്ങനെ സൗണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? മെറ്റലിന്റെ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ, ആസിഡ്സ്, കെമിക്കൽ റിയാക്ടിവിറ്റി സി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനത് ഇവിടെ ഈ ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ബ്ലോഗും ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക.